ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മളെന്തായാലും എത്തിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ സാധനം. അൺബോക്സ് ചെയ്യേണ്ട സാധനം ഇതാണ്. നിങ്ങൾക്ക് ഇതിങ്ങനെ കാണിക്കുമ്പോൾ മനസ്സിലായല്ലോ ഇത് എവിടെ നിന്ന് വന്നതെന്ന്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ കമൻ്റ് അടിക്കണം കേട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും ഇത് അൺബോക്സ് ചെയ്യാം ഗൈസ്. നാളെ കട്ട് ചെയ്തു ചെറിയൊരു കത്രിക എടുത്തിട്ട് ഗൈസ്. ഓക്കെ ഗൈസ്, എന്തായാലും അൺബോക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മളിത് തുറന്നപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമുക്ക് ഇത് ഇതിൻ്റെ അടുത്ത് ചാടിക്കാം, കുത്തി ചാടിക്കണം. ചാടുന്നില്ല ഗൈസ്. ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണോ നമുക്ക് അറിയത്തില്ല കേട്ടോ ഗൈസ്. നമുക്ക് തുറന്നു നോക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി കവറങ്ങ് മാറ്റി വെക്കുന്നു. നമുക്കിതാണല്ലോ ആവശ്യമായിട്ടുള്ളത്. ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം. ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്യുമെന്ന് പറഞ്ഞത്. ഇത് കണ്ടിട്ട് ലുക്കൊക്കെ ഉണ്ട്, തുറന്ന് നോക്കുമ്പോൾ അറിയാം. ഇതെല്ലാം ഇതിൻ്റെ തൊണ്ടോന്ന് ആർക്കറിയാം. ഇവിടെ കുറേ ഹെയർ കട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ എഴുതിയിട്ടൊക്കെ ഉണ്ട്. ഇതൊന്നും നമുക്ക് വായിക്കുന്നില്ല. നമ്മളിതെല്ലാം തുറന്ന് നോക്കുമല്ലേ. ഇനി നമുക്ക് എന്തായാലും ഇത് തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗേസ്. ഫസ്റ്റ് ഒരു ചാർജർ ഇട്ടിട്ടുണ്ട് ഗേസ്. ഇതിൻ്റെ ബാറ്ററി യൂസ് ചെയ്യുന്ന ബാറ്ററി ചാർജർ ആണെന്ന് തോന്നുന്നു. കണ്ടിട്ട് ചിഹ്നമൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും അടുത്ത സാധനം എടുക്കാം. അടുത്തിരിക്കട്ടെ കേട്ടോ ഗേസ്. ഇതൊക്കെ ഇതിനകത്ത് 4 ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗേസ്. ഇത് പലതരത്തിലുള്ള കേട്ടോ ഗേസ്. പലതരത്തിലുള്ള ഹെയർ കട്ട് ചെയ്യാനായിട്ട് ഓരോ എഴുതിയിട്ടുണ്ടല്ലോ ഗേസ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഗേസ്. ഇത് ഏറ്റവും കുറഞ്ഞ ഏതാ ഗൈസ്. തുടങ്ങുവാണ്. 1.5 mm ഒരു ഇതുണ്ട് ഗൈസ്. പിന്നെ ഗൈസ് 2 mm ഒരെണ്ണമുണ്ട്. പിന്നെ 3 mm ഒരെണ്ണമുണ്ട് ഗൈസ്. പിന്നെ 4 mm ഒരെണ്ണം കൂടെ ഉണ്ട് ഗൈസ്. അത് കഴിഞ്ഞ് ചാടി വന്ന ഒരു കുഞ്ഞ്, അതിൻ്റെ ഓയിലാന്ന് കേട്ടോ. ഓയിലാന്ന് തോന്നും. അതെ, ഓയിലായിരിക്കും ഗൈസ്. കുറച്ചേ ഉള്ളൂ കേട്ടോ ഗൈസ്. ഇച്ചിരി ഉള്ളൂ, ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് എടുത്ത് നോക്കാം. അതിൻ്റെ അകത്ത് പിന്നെ നമ്മുടെ മെയിൻ സാധനം ട്രിമ്മർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടുത്ത് കൊണ്ടോ നോക്കാം. ഇനി അതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ നോക്കാം. ഗൈസ്, പിന്നെ നമുക്കൊരു സാധനം കിട്ടി, ഒരു പേപ്പർ. പിന്നെ ഒരു ബ്രഷ് ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇത് തുടയ്ക്കാനാണ് കേട്ടോ ഗൈസ്. ഇങ്ങനെ ആയിരിക്കും, നമുക്ക് നോക്കാം. നമ്മൾ ഇതിൽ നിന്ന് ഇത് തുറന്നിട്ടുണ്ട്. ഇതാണ് സംഭവം. കാണാൻ ലുക്കൊക്കെ ഉണ്ട്, നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ബാറ്ററി ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് തുറന്നു നോക്കാം. റീചാർജബിൾ ഉണ്ട്. ബാറ്ററി ചാർജറാണ് ഗൈസ്. കാണും, ബാറ്ററിൻ്റെ ഒക്കെ ഉണ്ടാവും. ഉണ്ട് കേട്ടോ ഗൈസ്. ഒരു നീല ബാറ്ററി, റീചാർജബിൾ ആണ് കേട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും ഇത് മുറുക്കാട്ടോ ഗൈസ്. തനിയെ ഓണായി ഗൈസ്. ഇത് തനിയെ ഓണാവുന്നു, പേടിയാവുന്നു. തനിയെ ഓണാവുന്നുണ്ട്. നമുക്കെന്തായാലും ഇത് അടയ്ക്കാട്ടോ ഗൈസ്. ഇതിൻ്റെ അകത്ത് 5 തരത്തിലുള്ള ഹെയർ കട്ട് ചെയ്യാനുള്ളത് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഗൈസ്, ഇത് തനിയെ വറക്കാവുന്നു. എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. തനിയൊക്കെ വറക്കാവുന്നുണ്ട്. വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല കണ്ടിട്ട്. തടയുന്നുമില്ലല്ലോ ഗൈസ്, പിരിവിട്ടിരിക്കുന്ന പോലെ. ഗൈസ്, ഇതിൻ്റെ അത് ഒരു ചാർജ് ചെയ്താൽ 10 ഡ്രിം വരെ ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട് ഗൈസ്. ഒറ്റ ചാർജിങ്ങിന് ഗൈസ്. ഗൈസ്, നമുക്ക് കൂടുതലുള്ളതൊക്കെ ലാസ്റ്റ് വായിക്കാം. നമുക്കിനി നമ്മുടെ മെയിൻ സാധനം നമുക്ക് നോക്കാം. ഇത് കുറേ ഇവിടെ ഗോൾഡൻ കളറൊക്കെ ഉണ്ട്. ഇവിടെ ആരുടെയൊക്കെയോ പടമുണ്ട്. ഇതാരാന്ന് എനിക്ക് കറക്റ്റായിട്ട് പേര് മനസ്സിലാവുന്നില്ല. നമുക്ക് കാണാമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ പുറത്തും ഉണ്ട് ഗൈസ്. നമുക്ക് ഇതിൻ്റെ ബട്ടൺ താഴെയാന്ന് മനസ്സിലായി. തനിയെ വർക്കായപ്പോൾ എൻ്റെ കൈ തട്ടി ഓണായതായിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം, വർക്കാവുമോ നോക്കാം കേട്ടോ ഗൈസ്. ഗൈസ്, എന്താണ്ടൊക്കെയോ കാറുന്നുണ്ട്. നമുക്ക് ഇത് വർക്കായെന്ന് തോന്നുന്നു. നമ്മൾ കടയിൽ ചെന്ന് മുടിയൊക്കെ വെട്ടുമ്പോൾ ഈ സൗണ്ട് കേൾക്കാറുണ്ട്. നിങ്ങൾക്ക് കേൾക്കാമെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. കൈ തൊടുമ്പോഴൊന്നും കുഴപ്പമൊന്നുമില്ല, തനിയെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്.
ഗൈസ് നമുക്കിനി കയ്യിൽ ഇച്ചിരി പൂടാണ്, നമുക്കൊന്ന് വടിച്ചു നോക്കാം, ചെറുതായിട്ടൊന്ന് ചെയ്ത് നോക്കാം. പറക്കാവോ നമുക്ക് നോക്കണ്ടേ. ഗൈസ് ഇതിന് അത്ര വലിയ ക്വാളിറ്റി ഒന്നുമില്ല. നമുക്ക് ഇവൻ്റെ കയ്യിലൊന്ന് ചെയ്ത് നോക്കാം. എൻ്റെ കയ്യിൽ നിന്ന് ചെയ്തിട്ട് വരാത്ത ഗൈസ് അത്യാവശ്യം പോകുന്നുണ്ട്. പോകുന്നില്ലെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അവർ കാണിക്കുന്ന പോലെ അങ്ങ് പോകുന്നൊന്നുമില്ല, ശരിക്കും അങ്ങ് പോകുന്നൊന്നുമില്ല. അവർ വീഡിയോയ്ക്കകത്ത് കാണിച്ച് ചുമ്മാ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേനും ശരിക്കും നമ്മുടെ ഹെയർ പോകുന്ന പോലെയാണ്, പക്ഷെ അങ്ങനെയൊന്നും പോകുമൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ല. നിങ്ങൾ മേടിക്കുമ്പോൾ ഇച്ചിരിയുടെ വില കൂടിയ സാധനം വാങ്ങിക്കാൻ. ഇതെനിക്ക് ഓഫർ കണ്ടിട്ട് ഞാൻ മേടിച്ചതാണ്, അതുകൊണ്ട് വലിയ ക്വാളിറ്റി ഒന്നും കാണുന്നില്ല. ഇങ്ങനെയൊക്കെ ഇതിൻ്റെ ബ്ലേഡൊക്കെ നമുക്കിനി ഇതിലോട്ട് ഓരോ ക്ലിപ്പ് കയറ്റി വെച്ച് നോക്കാം, ഇത് ടൈറ്റ് ആകുമോ നോക്കാം. ഇങ്ങനെ കയറ്റുന്നത് നോക്കാം. ഗൈസ് ഇത് ഫിറ്റായിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇങ്ങനെ ഇരിക്കും ഗൈസിൽ, പക്ഷെ കുഴപ്പമില്ല. ഇങ്ങനെ വെച്ച് ഓണാകുമ്പോൾ നോക്കാം. വൈബ്രേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയായിരിക്കും നമ്മുടെ തലമുടിയെ ചെയ്താൽ അറിയാം, പക്ഷെ ഞാൻ ചെയ്യുന്നില്ല, എനിക്കൊരു പേടി. ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി, പക്ഷെ എനിക്ക് പേടിയാ. അയ്യോ, ഇത് ഓണാക്കിയിട്ട് അങ്ങനെ നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്നവരൊക്കെ ആയിരിക്കണം. അതുകൊണ്ട് എനിക്കറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ സാധനം. പിന്നെ ഇത്തേൽ ഇങ്ങനെ ഒഴിക്കാനുള്ള ലിക്വിഡ്, അത് ക്ലീൻ ചെയ്യാനുള്ള ബ്രഷ്, പിന്നെ റീചാർജ് ചെയ്യാൻ വേണ്ടി ബാറ്ററിയുടെ റീചാർജിങ് ചെയ്യുന്ന സാധനം, ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത് മെയിനായിട്ട്. ഇത്രേ ഉള്ളൂ. പിന്നെ ഒരു പേപ്പറുണ്ട് ഇതിൻ്റെ ഫീച്ചേഴ്സും ഇൻസ്ട്രക്ഷനൊക്കെ എഴുതിയ, അത് നമ്മൾ വായിക്കാറില്ലല്ലോ പണ്ട് തൊട്ടേ, അതുകൊണ്ട് ഞാനൊന്നും വായിക്കുന്നില്ല. പിന്നെ സിറിയാൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ് ഈ ട്രിമ്മർ, ZYRIAN. ഇതാണ് ഇതിൻ്റെ സിറിയാൻ എന്നാണ് ഇതിൻ്റെ പേര്. പ്രൊഫഷണൽ ട്രിമ്മർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ ഇത്രയൊക്കെ എഴുതിയിട്ടുള്ളൂ ഗൈസ്. പിന്നെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്, ഇതിൻ്റെ ചാർജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന്, ഷാർപ്പ് ബ്ലേഡ് അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത്രയൊക്കെ ഇതിൻ്റെ അകത്തുള്ളൂ. പിന്നെ വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല കേട്ടോ ഗൈസ്. നമ്മുടെ സ്ക്രീനിൽ എന്തോ വന്നിട്ട് നോക്കാം. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ വേറെ ഒന്നും കാണിക്കാനൊന്നുമില്ല, ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് അടിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ്. സബ്സ്ക്രൈബ് മുഖ്യം പികളേ. അപ്പോൾ ശരി, ടാറ്റാ.